നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഗ്രേഡിയൻ്റ് ആണ്. ഇല്ലുസ്ട്രേറ്ററിലെ ഗ്രേഡിയൻ്റ് നമുക്ക് എങ്ങനെ കൊടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബോക്സ് എടുത്ത് വരച്ചു. ബോക്സ് വരച്ചപ്പോൾ അതിൻ്റെ കളറ് പാനൽ നോക്കിയാൽ കാണാൻ പറ്റും. ഫില്ല് വന്നിട്ട് വൈറ്റും സ്ട്രോക്ക് വന്നിട്ട് ബ്ലാക്കും ആണ്. സ്ട്രോക്കിന് നന്നാക്കി ഫില്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിറയെ കളേഴ്സ് ഇവിടെ കാണുന്നുണ്ട് അല്ലേ. അതിന് തൊട്ട് താഴെ കഴിഞ്ഞാൽ 3 തരം ഗ്രേഡിയൻ്റ് ഇവിടെ കാണുന്നുണ്ട്. വൈറ്റ്, ബ്ലാക്ക്, പിന്നെ ഓറഞ്ച് യെല്ലോ, പിന്നെ ഫെയ്ഡിങ് സ്കൈ പറഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് ഇവിടെയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് വൈറ്റ്, ബ്ലാക്ക് ഗ്രേഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രേഡിൻ്റെ ആയിരിക്കും വരിക. ഓറഞ്ച് യെല്ലോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറായിരിക്കും വരിക. ഇത് ഫെയ്ഡ്, അതായത് ഫെയ്ഡിങ് സ്കൈ പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഫെയ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അല്ലേ. അവിടെ ആക്ച്വലി കളറില്ല റൈറ്റ് സൈഡ്. അങ്ങനെ 3 ടൈപ്പ് ഗ്രേഡിയൻ്റ് നമുക്കിവിടെ പാനലിൽ തന്നെ കിട്ടും. അതായത് സ്വാച്ചസ് ആണ്. നമുക്കിത് അവിടെ കാണാൻ പറ്റും. സ്വാച്ചസ്, ഈ കാണുന്ന സ്വാച്ചസ് ആണ് നമുക്കിവിടെ ക്ലിക്ക് ചെയ്താൽ വരുന്നത്. അല്ലാതെ ഗ്രേഡിയൻ്റ് നമുക്ക് ക്വിക്കായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതി എങ്ങനെ പറഞ്ഞാൽ, നമുക്ക് ടൂൾ ബോക്സിൽ ഇവിടെ താഴോട്ട് കാണാൻ പറ്റും. 3 സ്ക്വയർ ബോക്സ് കാണുന്നുണ്ടല്ലേ. ഫസ്റ്റ് ഉള്ളത് നോർമൽ ഫിൽ കളർ, രണ്ടാമത് ഗ്രേഡിയൻ്റ്, മൂന്നാമത് നണ്ണ്. നമ്മൾ ആൾറെഡി ഏതെങ്കിലും സിംഗിൾ കളറിലായിരിക്കുന്നത് കരുതുക, ബ്ലാക്കിലാണ്. ഞാൻ ആ ബോക്സിൽ സെലക്ട് ചെയ്തിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമ്മൾ സെലക്ട് ചെയ്ത ഗ്രേഡിയൻ്റ് തന്നെ ഇതിൽ കാണാൻ പറ്റും അല്ലേ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരും. ഇപ്പോൾ 2 കളറുള്ള ഗ്രേഡിയൻ്റ് ആയിരിക്കും. ഇതിൽ നമുക്ക് 2 തരത്തിൽ കളറ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാമത് പാനലിൽ പോയിട്ട് റൈറ്റ് സൈഡിലുള്ള ഗ്രേഡിയൻ്റ് പാനലിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ കളറ് ഇതല്ല, 2 കളറ് കാണുന്നുണ്ട് അവിടെ, ബ്ലാക്കും വൈറ്റും. ഈ വൈറ്റിൻ്റെ പോർഷനിൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ റെഡ് സെലക്ട് ചെയ്തു, അപ്പോൾ വൈറ്റിലേക്ക് റെഡ് വന്നു. ബ്ലാക്കിന് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു, ബ്ലാക്കിന് അവിടെ ഞാൻ ബ്ലൂ കൊടുത്തു അല്ലേ. പിന്നെ സെലക്ട് ചെയ്ത ബോക്സിൻ്റെ കളർ ഗ്രേഡിൻ്റെ അനുസരിച്ച് നമുക്ക് പുതിയൊരു കളർ ആഡ് ചെയ്യണം പറഞ്ഞാൽ ആ ഗ്രേഡിൻ്റെ പാനലിൽ പോയി കഴിഞ്ഞാൽ മൗസിൻ്റെ കേഴ്സർ കാണുന്നുണ്ട്, അതിന് നടുക്കൊരു പ്ലസ് എന്ന് കൂടി കാണുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു കളർ വരും. ഈ കളർ നമുക്ക് എവിടെ വേണമെങ്കിൽ മൂവ് ചെയ്യാം. അതിൻ്റെ പൊസിഷനിങ്ങും കാര്യങ്ങളൊക്കെയാണ് താഴെ കാണുന്നത്. അതിന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് കളറിന് ഒരു ഗ്രീൻ കളർ കൊടുക്കും. അപ്പോൾ എന്തായി, റെഡ്, ഗ്രീന്, ബ്ലൂ, ആ പാറ്റേണിൽ ഇവിടെ കളർ വരും. ഇപ്പോൾ ഗ്രേഡിൻ്റെ ടൂളിൽ എങ്ങനെ കൊടുക്കുക പറഞ്ഞാൽ, ഗ്രേഡിയൻ ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ കളറ് ഇവിടെ കാണാൻ പറ്റും അല്ലേ. കളർ ഇവിടെ നീക്കാം. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കളർ ചൂസ് ചെയ്യുക. ഇതിനെ റൊട്ടേറ്റ് ചെയ്യുക. ഇവിടെ ഈ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ റൊട്ടേഷൻ്റെ ഒരു ഇത് അല്ലേ. ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ പാനലിലെ റൊട്ടേഷൻ മാറുന്നുണ്ടാവും. പാനലിലെ റൊട്ടേഷൻ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് അതിൻ്റെ സൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ ആകുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ ജസ്റ്റ് ഫ്ലുവൻ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യായിരിക്കും, ഒരു അളവ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതേ തന്നെ നമുക്ക് മറ്റേ ഗ്രേഡിൻ്റെ സ്ട്രോക്കിന് കൊടുക്കാൻ പറ്റും. എങ്ങനെയാണോ ഫിൽ കളർ കൊടുക്കുന്നത് അല്ല, അപ്പം നേരെ ഓപ്പോസിറ്റായി സ്ട്രോക്കിലായി ഗ്രേഡിയൻ്റ്. സ്ട്രോക്കിന് തിക്നെസ് കൂട്ടിയാൽ അറിയാൻ പറ്റും. ഇല്ല, ഞാൻ ഫില്ല് നന്നാക്കി ലീനിയർ കൊടുത്താൽ ലീനിയർ ആവും, റേഡിയൽ കൊടുത്താൽ അകത്തോട്ടായിരിക്കും കളർ വരുന്നത്. ഇനി എത്ര കളർ ഇവിടെ ആഡ് ചെയ്താലും അത് റേഡിയലായിട്ടായിരിക്കും കാണിക്കുക. ഇല്ല, ലീനിയർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗത്തുനിന്ന്, അതായത് ഒരു സൈഡിൽ നിന്ന് വേറെ സൈഡിലേക്ക് ഇങ്ങനെ 1 by 1 ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണോ ആ ഗ്രേഡിൽ പാനലിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ രീതിയിലായിരിക്കും ഗ്രേഡിയൻ്റ് ഉണ്ടാവുക. നമുക്കിത് അവിടെ സ്വാപ്പ് ചെയ്യാം. ഗ്രേഡിയൻ്റ് നേരെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും കളറൊക്കെ. ഓക്കെ, ഇത്രയാണ് ഗ്രേഡിയൻ്റെ കാര്യങ്ങൾ. അടുത്തത് മെഷ്. മെഷ് എന്ന് പറയുമ്പോൾ ഗ്രേഡിയൻ്റ് പോലെ തന്നെ കുറച്ച് വേറൊരു ടൈപ്പ് കളർ കൊടുക്കുന്നൊരു സെറ്റിങ്സാണ്. ഞാനൊരു സർക്കിൾ വരച്ചിട്ട് ഗ്രേഡിയൻ്റ് മാറ്റി നോർമൽ കളറാക്കി, ഒരു റെഡ് കളർ കൊടുത്തു. അപ്പോൾ ഇത് നോർമൽ കളറാണ്, ഫിൽ കളറാണ്. ഓക്കെ,
ഇതിൽ ഞാൻ മെഷ് എന്നുള്ള ടൂൾ എടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് റെഡിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്താൽ തന്നെ ഒരു ലൈന് വരും, വെർട്ടിക്കലും ഹൊറിസോണ്ടലും. അതെങ്ങനെയാണോ നമ്മുടെ ഷേപ്പ്, ആ ഷേപ്പിനനുസരിച്ച് കർവ്ഡ് ആയിട്ടായിരിക്കും അത് വരിക. ഓക്കെ, ഞാനിപ്പോൾ നടുക്കുള്ള കളറിൽ ഞാൻ സ്വാച്ചസിൽ പോയിട്ട് ഒരു ഓറഞ്ചിൽ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്തപ്പോൾ എന്തായി, ആ പോർഷനിൽ ഓറഞ്ച് കളർ ഫില്ലായി. ഓക്കെ, പിന്നെ മെഷ് ടൂൾ എടുത്തിട്ട് ഞാൻ ഈ പോർഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പെസിഫൈഡ് പോയിന്റിൽ നമുക്ക് ബ്ലൂ കളർ ഫില്ലാകും. പിന്നെ ബ്ലൂ അവിടുന്ന് പോകും തോറും തൊട്ടുള്ള റെഡ് കളറും ഓറഞ്ചും ആയിട്ട് സിങ്കായിട്ട് ഫെയ്ഡായി പോകും. ഓക്കെ, ഇതിപ്പോൾ രണ്ടാമതൊരു ഡോട്ട് ക്ലിക്ക് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി മെഷ് പോയിന്റ് ഇവിടെ ആഡായി, ഇവിടെ ആഡായി. മെഷ് ടൂൾ എടുത്തിട്ട് വീണ്ടും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെയും കളർ കൊടുക്കാം. അതേപോലെ ഏറ്റവും സ്റ്റാർട്ടിങ് പോയിന്റ് അവിടെയും സെലക്ട് ചെയ്ത് അവിടെയും കളർ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഇതിപ്പോൾ മെഷ് ഓരോ സ്പെസിഫൈഡ് ആയുള്ള ഒരു ഇമേജൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് പിക്ക് ചെയ്ത് ഒരു ചെറിയൊരു ഷേപ്പിൽ തന്നെ മൊത്തത്തിൽ ഒരു കളർ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് ഗ്രേഡിയൻ്റ് പോലെയല്ല, ഓരോ ഭാഗത്തും നമുക്ക് ആവശ്യമുള്ള പോർഷനിൽ കളർ അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ.